ഇറാനെതിരായ സൈനിക നടപടിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നതായി സൂചന. ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്നും 2-3 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ സൈന്യം പിൻവാങ്ങൽ ആരംഭിച്ചേക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം വെടിനിർത്തൽ അംഗീകരിക്കില്ലെന്നും യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചു. അതിനിടെ പ്രമുഖ അമേരിക്കൻ ടെക് കമ്പനികൾക്കെതിരെ ഭീഷണിയുമായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡും രംഗത്തെത്തി. വിശദാംശങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും ചേരുകയാണ്. ആദ്യം മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, വെരി ഗുഡ് മോർണിംഗ്. 1987 ട്രംപ് ABC ന്യൂസിലെ ബാർബറ വാൾട്ടേഴ്സിന് നൽകിയ ഒരു അഭിമുഖം വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. അപ്പൊ അന്ന് ട്രംപ് 41-കാരനായ ട്രംപ് അന്ന് അഭിമുഖം നടത്തിയ ബാർബറ വാൾട്ടേഴ്സിനോട് പറഞ്ഞത് അമേരിക്കയിലെ ഭരണകൂടം അത്ര ശക്തമല്ല, എന്തുകൊണ്ട് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരു വാർ നടത്തി ഇറാനിലെ ഓയിൽ ഗ്രാബ് എന്ന വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതെന്ന്, ഇറാനിലെ കുറച്ച് എണ്ണ എടുത്തുകൂടാ എന്ന്. അപ്പൊ 1987 പറഞ്ഞ അഭിമുഖവും ഇപ്പോൾ യുദ്ധത്തിൽ നിന്നുള്ള പിൻവാങ്ങലും ഒക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിനുശേഷം 80കളുടെ അവസാനം തന്നെ ന്യൂയോർക്ക് ടൈംസിൽ ഫുൾ പേജ് പരസ്യവും കൊടുത്തുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു യുദ്ധങ്ങൾ അമേരിക്കയ്ക്ക് നല്ലതല്ല എന്ന്. അപ്പൊ ഓരോ കാലഘട്ടങ്ങളിലും അതാത് സമയങ്ങളിൽ അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മാറി മറിയും. ഇപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതും നമ്മൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതുമാണ്, ഏറി വന്നാൽ 2 മാസത്തിനപ്പുറം ഈ യുദ്ധത്തിന് പോകാൻ പറ്റത്തില്ല. കാര്യം ഭരണഘടനാപരമായിട്ടുള്ള അനുവാദങ്ങൾ ഡൊണാൾഡ് ട്രംപിന് ആവശ്യമുണ്ട്. US കോൺഗ്രസിന്റെ അനുവാദം ഇല്ലാതാണ് ഈ സൈനിക ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ അമേരിക്ക യുദ്ധം ഉടൻ അവസാനിച്ചേക്കുമെന്നുള്ള ഒരു സൂചനകൾ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നൽകിയിരിക്കുകയാണ്. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ അമേരിക്കൻ സൈന്യം പിൻവാങ്ങൽ തുടങ്ങിയേക്കുമെന്ന് ഇന്ന് മാധ്യമപ്രവർത്തകരോട് ഓവൽ ഓഫീസിൽ നടത്തിയ സമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാന്റെ ഈ ആണവായുധ മോഹങ്ങൾ തടയുവാൻ അമേരിക്കയ്ക്ക് പറ്റി. അതുപോലെ അവരുടെ സൈനിക ശേഷി വലിയ തോതിൽ കുറച്ചതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാനുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് മാത്രമല്ല അവരെ ശിലായുഗത്തിലേക്ക് എത്തിക്കുവാനുള്ള കരുത്ത് അമേരിക്കയ്ക്ക് ഉണ്ടെന്നും ട്രംപ് പറയുകയുണ്ടായി. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചതോടെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പാണ് ഉണ്ടായത്. വാൾസ്ട്രീറ്റിൽ ഡൗ ജോൺസ് സൂചിക 1100 പോയിന്റിലധികം ഉയർന്നു. അതുപോലെ അസംസ്കൃത എണ്ണവില ബാരലിന് $100 താഴേക്ക് എത്തിയതും വിപണിയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതേസമയം ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇറാൻ തയ്യാറാണെന്നും എന്നാൽ അതിന് വ്യക്തമായ ചില ഉറപ്പുകൾ ആവശ്യമുണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവനയും വന്നിരുന്നു. ഈ അദ്ദേഹത്തിന്റെ പ്രസ്താവനയും ട്രംപിന്റെ പ്രസ്താവനയും കൂടെ വന്നതോടുകൂടിയാണ് ഈ ഓഹരി വിപണിയിലെ കുതിച്ചുകയറ്റം നമുക്ക് കാണുവാൻ സാധിച്ചത്. അമേരിക്കയുമായിട്ടുള്ള ഔദ്യോഗിക ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല, എന്നാൽ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം ഈ ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷിയും അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള അവരുടെ ഒരു ഇൻഡസ്ട്രി ബേസ് പൂർണ്ണമായിട്ട് തകർത്തതായിട്ടാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. ഇറാൻ ഭരണകൂടത്തെ ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല ഈ പശ്ചിമേഷ്യയിൽ പ്രധാന രാജ്യങ്ങളുമായിട്ട് ഒരു പുതിയ സഖ്യകക്ഷി അല്ലെങ്കിൽ ഒരു സഖ്യം രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ കഴിയുമെന്നും നെതന്യാഹു പറയുകയുണ്ടായി. അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ സൈനിക കേന്ദ്രങ്ങൾക്കും കപ്പലുകൾക്കും നേരെയും ഇന്നലെയും അതിശക്തമായ മിന്നലാക്രമണം നടത്തിയതായിട്ട് ഇറാന്റെ IRGC പറയുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിന്റെ മധ്യഭാഗത്ത് എക്സ്പ്രസ് ഹാഫോങ് എന്ന് പറയുന്ന ഒരു കപ്പലിന് നേരെ മിസൈലുകൾ അതുപോലെ തന്നെ US മറീനുകളെ ലക്ഷ്യമിട്ട് ഇവർ UAE തീരത്ത് രഹസ്യമായിട്ട് തമ്പടിച്ചിരിക്കുകയായിരുന്നു. അതേസമയം ഈ ഐക്യരാഷ്ട്രസഭയിൽ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അല്ലെ അവരുടെ അംബാസഡർ അമീർ സയ്യിദ് ഇർവാനി ഈ ജനറൽ കൗൺസിലിനും അതിലെ സെക്രട്ടറി ജനറലിനും ഒക്കെ നൽകിയ ഒരു കത്തിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. യുക്രൈൻ ഈ യുദ്ധത്തിൽ ഇടപെടുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത്. കൃഷ്ണ ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും യുദ്ധത്തിൽ നിന്ന് ഈ സംഘർഷത്തിൽ നിന്ന് പിന്മാറുന്നു, ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറ്റം ഉടൻ ഉണ്ടാകും എന്നൊരു സൂചനയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്.